സിനിമകളെന്നും മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു മേഖലയാണ്. സന്തോഷം, സങ്കടം, പ്രണയം, മോഹം, പക തുടങ്ങി ജീവിതത്തിലെ എല്ലാ വികാരങ്ങളും, എന്തിന് ഫാൻറ്റസിയും മരണവും വരെ സിനിമയുടെ തീമായി വന്നിട്ടുണ്ട്. ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ മരിക്കാമെന്ന് ആസ്പദമാക്കി ഒരു സീരീസ് ഓഫ് സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന ഹൊറർ ഫിലിം ഫ്രാഞ്ചൈസ്. ഹൊറർ എന്ന് പറയുമ്പോൾ ഒരു പ്രേത സിനിമയാണെന്ന് വിചാരിക്കാൻ വരട്ടെ. ഈ സിനിമകളിലെ മരണരംഗങ്ങളുടെ ഇൻറ്റൻസിറ്റിയാണ് ഈ ഫ്രാഞ്ചൈസിനെ ഹൊറർ വിഭാഗത്തിൽ പെടുത്താൻ കാരണം. മരണത്തെ ഒരു സിറ്റുവേഷൻ എന്നതിലുപരി ഒരു കഥാപാത്രമായാണ് ഈ ഫ്രാഞ്ചൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 2000-ൽ തുടക്കം കുറിച്ച ഈ ഫിലിം ഫ്രാഞ്ചൈസിൽ ജെയിംസ് വോങ്, ഡേവിഡ് ആർ എല്ലിസ്, സ്റ്റീവൻ ക്വെയിൽ, ആഡം സ്റ്റെയിൻ, സാക് ലെപ്പോവ്സ്കി എന്നീ 4 പേരുടെ സംവിധാനത്തിൽ ഇതുവരെ 6 സിനിമകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ഫിലിം ഫ്രാഞ്ചൈസിൽ ഒരു മനുഷ്യൻ എത്രത്തോളം വ്യത്യസ്തമായ രീതിയിൽ മരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു എന്ന് കാണിച്ചു തരുന്നു. സിനിമകൾ കൂടാതെ 10 നോവലുകളും 2 കോമിക് ബുക്കുകളും അടങ്ങുന്നതാണ് ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന ഹൊറർ ഫ്രാഞ്ചൈസ്. മരണമാണ് തീം എന്നതുകൊണ്ട് തന്നെ ഇതൊരു റെസ്ട്രിക്റ്റഡ് കാറ്റഗറിയിൽ പെടുന്ന ഫിലിം ഫ്രാഞ്ചൈസാണ്. 2000-ൽ പുറത്തിറങ്ങിയ ഫൈനൽ ഡെസ്റ്റിനേഷൻ 1 മുതൽ 2025-ൽ ഇറങ്ങിയിരിക്കുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് വരെ ഈ ഒരു തീം കൃത്യമായി കൺവേ ചെയ്യുന്നതാണ്. നടക്കാൻ പോകുന്ന ഒരു അപകടത്തെപ്പറ്റി ഒരു പ്രമോനിഷൻ അഥവാ ഗട്ട് ഫീലിംഗ് ഉണ്ടാവുകയും തുടർന്ന് ആ അപകടത്തിൽ മരിക്കാൻ പോകുന്നവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. മരണത്തിൻ്റെ കണക്കുകൂട്ടലിൽ തെറ്റിക്കുന്നവരെ പിന്തുടർന്ന് മരണം ക്രൂരമായി കൊല്ലുന്നു. അതിൽ നിന്നും വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ 1 മുതൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് വരെയുള്ള 6 സിനിമകളുടെയും കോർ എലമെൻറ്റ്. എങ്കിലും ഓരോ സിനിമ എടുത്തു നോക്കിയാലും തീം വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ ബ്രൂട്ടലായ മരണരംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല മനക്കരുത്തുള്ളവർക്ക് മാത്രമേ ഈ സിനിമ മുഴുവനായി കാണാൻ കഴിയൂ. എങ്കിലും ഒരു മനുഷ്യന് എത്ര വ്യത്യസ്തമായി മരിക്കാം എന്ന് കാണിച്ചു തരുന്ന സിനിമ ഫ്രാഞ്ചൈസാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഈ വർഷമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന പേരിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിലെ 6ാമത്തെ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഫ്രാഞ്ചൈസിലെ മറ്റു സിനിമകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയ സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ചാണ് ആദം സ്റ്റെയിൻ, സാക് ലെപ്പോവ്സ്കി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്പൂൺ ഫീഡിംഗ് ചെയ്യുന്ന രീതിയിൽ സമയമെടുത്താണ് കഥ മുന്നോട്ട് പോകുന്നത്. ഓരോ മരണവും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിലും തീരെ ലാഗില്ലാതെ തന്നെ കണ്ടിരിക്കാൻ പാകത്തിനാണ് സിനിമ പുരോഗമിക്കുന്നത്. VFX കൊണ്ടും CGI വർക്കുകൾ കൊണ്ടും മികച്ചു നിൽക്കുന്ന ഈ സിനിമ ഫ്രാഞ്ചൈസ് ക്രൂരമായ മരണങ്ങൾ കാണാൻ മനക്കരുത്തുണ്ടെങ്കിൽ കാണാവുന്ന ഒന്നാണ്.